യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഇന്നത്തെ വചന വിചിന്തനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായവും പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 9-ാം അധ്യായത്തിൽ നിന്നുമുള്ള വചനങ്ങളാണ്. നാം ഇപ്പോൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ ബുധനാഴ്ചയായ ഇന്ന് യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി ആഴത്തിൽ ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഉള്ള സമയമാണ് ഈ വിശുദ്ധ വാരം. ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള ഈ കാലം ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാമല്ലോ. ഓശാന ഞായറാഴ്ച യേശുവിനെ ഒരു കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് യേശു നമ്മളുടെ രാജാവാണ്, യേശുവെ വാഴുക എന്ന് ആർത്തലച്ച ഒരു ജനക്കൂട്ടത്തെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയുണ്ടായി. ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നു മുതൽ, യേശു അനുഭവിക്കുവാൻ പോകുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ചും യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെക്കുറിച്ചും അദ്ദേഹം കാണിച്ച ഒരു വലിയ ജീവിത മാതൃകയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പങ്കുവയ്ക്കലിൻ്റെയും പാദം കഴുകലിൻ്റെയും മാതൃകയാണല്ലോ യേശു തൻ്റെ ജീവിതത്തിലുടനീളം കാണിച്ചു തന്നത്. അതിനായി അദ്ദേഹം കൊടുക്കുന്ന വില സ്വന്തം ജീവിതം തന്നെയാണ്, ജീവൻ തന്നെയാണ്. മനുഷ്യപുത്രൻ ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു, ഉയർത്തേണ്ടിയിരിക്കുന്നു എന്ന വചനം കാൽവരിയിൽ ഉയർന്ന കുരിശിൻ്റെ ഓർമ്മയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. പഴയ നിയമത്തിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു സംഭവം സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്, ഓർക്കുന്നത് നല്ലതാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്കുള്ള യാത്രാമധ്യേ മരുഭൂമിയിൽ 40 വർഷത്തോളം അലഞ്ഞു നടന്നതിൻ്റെ ഓർമ്മ. ആ സമയത്ത് അവർക്ക് വളരെയേറെ ത്യാഗങ്ങളും പീഡകളും ക്ഷാമവും രോഗങ്ങളുമെല്ലാം അനുഭവിച്ചപ്പോൾ ഒരു സമയത്ത് അവർ ദൈവത്തെയും തങ്ങളുടെ നേതാവായ മോശയെയും തള്ളിപ്പറയുന്നൊരവസരം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് തമ്പുരാൻ്റെ ശിക്ഷ എന്ന പോലെ ആഗ്നേയ സർപ്പങ്ങളെ മരുഭൂമിയിൽ അയക്കുകയും സർപ്പങ്ങളുടെ ദർശനമേറ്റ് ധാരാളം ഇസ്രായേൽക്കാർ മരിച്ചു വീഴുകയും ചെയ്യുന്ന സംഭവം. ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം മോശയോട് പറയുന്നത്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി അത് ഉയർത്തിപ്പിടിക്കുക. സർപ്പദർശനമേൽക്കുന്നവർ, പാമ്പ് കടിയേൽക്കുന്നവർ ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടും, ജീവൻ സംരക്ഷിക്കാനാകും. ഏതാണ്ട് അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ലോകരക്ഷകനെ, കാൽവരിയിൽ ഉയർത്തിയ ലോകരക്ഷകനെ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷയുടെ അനുഭവമുണ്ടാകും. നമ്മൾ രക്ഷ പ്രാപിക്കും. നിത്യ മരണത്തിൽ നിന്നുള്ള രക്ഷയും നിത്യജീവനിലേക്കുള്ള പ്രവേശനവുമായിരിക്കും. ഇതാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന വചനം കൊണ്ട് ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. യേശുവിൻ്റെ മാതൃക ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് സഹനത്തിൻ്റെ മാതൃകയായിരുന്നു. ജീവിത വിജയത്തിന്, നിത്യരക്ഷയ്ക്ക് നമ്മുടെ സഹനങ്ങളും നമ്മളുടെ കുരിശും അത്യാവശ്യമാണ്. കുരിശിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത രക്ഷ നമുക്കില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ യേശുനാഥൻ കാണിച്ചു തന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വചനം യേശു തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. തൻ്റെ ജീവിതത്തിൽ കുരിശുമരണത്തിലൂടെ സ്വയം ഇല്ലാതായി അഴിഞ്ഞ് 3-ാം ദിനം ഉയർത്ത് ലോകരക്ഷകനായി തീർന്നു. ലോകത്തിൻ്റെ തന്നെ സംരക്ഷകനായിട്ട് തീർന്നു. യേശുവിൻ്റെ ഈ മാതൃകയാണ് ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്.
പങ്കുവയ്ക്കാനുള്ള മാതൃക. ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ടാണ് യേശു ലോകത്തിൽ അവതരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ. എന്തായിരുന്നു ആ പുതിയ ഉടമ്പടി? യേശു തൻ്റെ ശരീരത്തെയും രക്തത്തെയും എടുത്ത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ കാണിച്ചുകൊണ്ട് പെസഹ വ്യാഴാഴ്ച നമ്മൾ അനുസ്മരിക്കുന്ന വലിയ സത്യം അതാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, കുടിക്കുവിൻ, ഇതുവഴിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകും. ഇതാണ് യേശു നൽകിയ പുതിയ ഉടമ്പടി. അത് പങ്കുവയ്ക്കലിൻ്റേതാണ്, അത് പാദം കഴുകലിൻ്റേതാണ്, ശുശ്രൂഷയുടേതാണ് എന്നുകൂടി യേശു ഓർപ്പിക്കുന്നു. നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് ധനികനായ യുവാവിനോട് യേശു പറഞ്ഞ കാര്യവും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. ഒരു ധനികൻ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു പറഞ്ഞു, പ്രമാണങ്ങൾ അനുസരിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ആ നിയമജൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശു അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊന്നിൻ്റെ കുറവുണ്ട്, ഒരു കുറവേ ഉള്ളൂ. ആ കുറവ് നികത്തിയാൽ തീർച്ചയായിട്ടും നീ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. എന്താണ് ആ കുറവ്? നിനക്കുള്ള സമ്പത്തെല്ലാം വിൽക്കുക, ഉപേക്ഷിക്കുക, അത് ദരിദ്രർക്ക് കൊടുക്കുക. അത് കേട്ടപ്പോൾ ആ യുവാവിന് വളരെയേറെ ദുഃഖമുണ്ടായി, ദുഃഖത്തോടെ പോയി എന്നാണ് വചനം ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മുടെ മുമ്പിലെ പ്രലോഭനങ്ങൾ, വെല്ലുവിളികൾ യേശു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിക്കുക, ഇല്ലാതാകാൻ തയ്യാറാകുക, എല്ലാം വിട്ടുകൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. വിട്ടുകൊടുത്താൽ പോരാ, അത് ദരിദ്രർക്ക് കൊടുക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക. അന്ത്യവിധിയുടെ ഓർമ്മയാണ് ഇതിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. യേശുവിൻ്റെ ഈ സന്ദേശങ്ങളെയും ജീവിത മാതൃകകളെയും സ്വീകരിച്ചുകൊണ്ട് എത്രയോ ക്രൈസ്തവരാണ് ലോകമെമ്പാടും ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ധന്യത എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എത്രയോ രക്തസാക്ഷികൾ, എത്രയോ വിശുദ്ധർ, എത്രയോ മഹാത്മാക്കൾ യേശുവിൻ്റെ ഈ വചനത്തിൽ ആകൃഷ്ടരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് വിശുദ്ധ മദർ തെരേസയെയാണ്. 40-ാം വയസ്സിൽ ഒരു സന്യാസ ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും വിട്ടെറിഞ്ഞ് താൻ ചെയ്തിരുന്ന അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് കൽക്കട്ടയിലെ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു മഹാത്മാവാണ് വിശുദ്ധ മദർ തെരേസ. അഗതികളുടെ അമ്മയായിട്ട്, പാവങ്ങളുടെ ആശ്രയമായിട്ട്, ഇല്ലാത്തവന് കിടപ്പാടം കൊടുക്കുന്ന ആളായിട്ട്, ആശ്രയം കൊടുക്കുന്നതായിട്ട് മദർ എല്ലാവരുടെയും അമ്മയായി തീരുകയാണ്. മദറിന് ലഭിച്ച പ്രചോദനം യേശുവിൻ്റെ കുരിശാണ്, കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശു ആണ്. മഹാത്മാഗാന്ധിയെ ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാനായിട്ട് അഹിംസയുടെ മാർഗത്തിലൂടെ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മാർഗത്തിലൂടെ ഒരു വലിയ സ്വാതന്ത്ര്യ സമരം നയിച്ച മഹാത്മാവായ ഗാന്ധിജി. അദ്ദേഹത്തിന് ലഭിച്ച പ്രചോദനം എവിടുന്നാണ്? അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ബൈബിളിൽ നിന്നാണ്, സുവിശേഷത്തിൽ നിന്നാണ്, യേശുവിൻ്റെ വചനങ്ങളിൽ നിന്നാണ്, മലയിലെ പ്രസംഗത്തിൽ നിന്നാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള ആ ധൈര്യവും ആ കൃപയും ലഭിച്ചത് എന്ന് മഹാത്മാഗാന്ധി തൻ്റെ ജീവചരിത്രത്തിൽ, ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്. ഞാൻ ഈ അവസരത്തിൽ മറ്റൊരു മഹാത്മാവിനെ ഓർക്കുകയാണ്. സ്റ്റാൻ ലൂർദ് സ്വാമി എന്ന് പറഞ്ഞ ഒരു ഈശോസഭാ വൈദികൻ. ഈ 2021 അദ്ദേഹം മരണമടഞ്ഞത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലിൽ ജയിലിൽ കിടന്ന് ഒരു കുറ്റവാളിയെ പോലെ ആണ് അയാൾ മരിച്ചത്, കോവിഡ് ബാധിച്ച്. അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട കുറ്റം എന്താണ്? യേശുവിൻ്റെ മേൽ ആരോപിച്ച കുറ്റം പോലെ തന്നെയായിരുന്നു. അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു, ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. അങ്ങനെ പോരാടിയ ആ മനുഷ്യസ്നേഹിയെ, ആ ദൈവസ്നേഹിയെ കോടതി വിധിച്ചു അയാളൊരു വലിയ ടെററിസ്റ്റാണ്, ഒരു ഭീകരവാദിയാണ്. അങ്ങനെ 84-ാമത്തെ വയസ്സിൽ ഒരു സ്ട്രോ പോലും കിട്ടാൻ, ഭക്ഷണം കഴിക്കാൻ പാർക്കിൻസൺ രോഗം ബാധിച്ച ആ സഹോദരന് ഭക്ഷണമോ വെള്ളമോ കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഈ രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ വഴിയാണ്, അത് കുരിശിൻ്റെ വഴിയാണ്, ഉദ്ധിതൻ്റെ വഴിയാണ് എന്ന് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട്
ഈ നോമ്പുകാലത്തിൻ്റെ ഈ പരിസമാപ്തിയിൽ, ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയവും സന്തോഷവും സമാധാനവും ജീവിതത്തിന് അർത്ഥവും നേടണമെങ്കിൽ നമ്മൾ ക്രൂശിതൻ്റെ വഴി തിരഞ്ഞെടുക്കുക, കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കുക, സഹനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള വിജയം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുക. അതിനുള്ള ഒരു കൃപയും മനസ്സും ഈ വിശുദ്ധ വാരത്തിലൂടെ ആചരണങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിശുദ്ധ വാരത്തിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.